ഹലോ ഗൈസ്, അപ്പോൾ ഇന്നലെ കളി കണ്ടോ നിങ്ങൾ? അർജൻറ്റീന വേഴ്സസ് കേബോ വെർദെ. എങ്ങനെയുണ്ട് കളി? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ്. ഇപ്പോൾ നമ്മളെ അഭിപ്രായം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയട്ടെ. അതായത് കിടിലം മത്സരമായിരുന്നു. ഉറക്കൊഞ്ഞ് ഇരുന്നതിന് മുതലായിട്ടുണ്ട്. കേബോ വെർദെ വേൾഡ് കപ്പിൽ ആദ്യമായിട്ട് കളിക്കുന്ന രാജ്യം. അവർ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായെങ്കിലും ഫുട്ബോൾ സ്നേഹികളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചിട്ടാണ് അവർ പുറത്തേക്ക് പോയിരിക്കുന്നത്. അവിടെ പ്രസിഡൻറ്റ് പറഞ്ഞ പോലെ നമ്മൾ തോറ്റാലും ജയിച്ചാലും വേൾഡ് കപ്പ് ജയിച്ചിട്ടാണ് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞ പോലെ ഓഫ് കോഴ്സ് അവരത് നേടിയിട്ടാണ് പോകുന്നത്. കാരണം അതുപോലത്തെ പെർഫോമൻസ് ആയിരുന്നു. കേബോ വെർദെയുടെ കാര്യം പറയുകയാണെങ്കിൽ ഗോളി വസീഞ്ഞു, 40 വയസ്സുകാരൻ, എന്താ അല്ലേ സംഭവം, നമുക്കൊരു സല്യൂട്ട് കൊടുക്കുക. വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായെങ്കിലും ഇനി വസീഞ്ഞു എന്ന് പറഞ്ഞ ഗോൾ കീപ്പർക്ക് ഇനി ഒരു വേൾഡ് കപ്പ് കളിക്കാനുള്ള അതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ വേൾഡ് കപ്പിൽ അത്യാവശ്യം നേടേണ്ടതൊക്കെ നേടിയിട്ടാണ് അവരും കേബോ വെർദെയും ഗോൾ കീപ്പറും ഒക്കെ പോയിരിക്കുന്നത്. ഭയങ്കര ത്രില്ലിങ് പോരാട്ടമായിരുന്നു. ഗോളടിക്കുന്നു, തിരിച്ചടിക്കുന്നു. അപ്പോൾ അർജൻറ്റീനയ്ക്കെതിരെ 2 ഗോളുകൾ, ആ ഗോളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ രണ്ടാമത്തെ ഗോൾ ഉണ്ടായിരുന്നു, വേൾഡ് ക്ലാസിക് ഗോൾ എന്ന് പറയാൻ പറ്റുന്ന ഗോൾ. ഏതാ ഗോളല്ലേ? എനിക്കൊന്ന് ഈ വേൾഡ് കപ്പിലെ ഇതുവരെ അടിച്ച ഗോളുകളിൽ വൺ ഓഫ് ദ ബെസ്റ്റ്, ഒന്നാമത്തെ രണ്ടാമത്തെ സ്ഥാനത്ത് വെക്കാൻ പറ്റുന്ന ഗോൾ തന്നെയായിരുന്നത്, അതിലൊരു സംശയമില്ല. പിന്നെ എന്താ പറയുക, എന്താ ഒരു പോയപ്പോൾ ഒരു സങ്കടം. അത് ഇപ്പോൾ ചില ആൾക്കാർ അർജൻറ്റീനയെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്, ഞാൻ ബ്രസീൽ ഫാൻ ആയതുകൊണ്ടാണ്, അതൊന്നല്ല. ആ രാജ്യത്ത് അങ്ങനെ ഒരു ടീം വന്ന് അവർ ഇതുപോലത്തെ ഒരു പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് ഇതിനകത്ത് നമുക്ക് സന്തോഷം. അവർ പുറത്തു പോയപ്പോൾ നമുക്ക് ഇതൊരു സങ്കടം. അവരുടെ കളി ഇനിയും കാണണം, ഇനി അവർ വേൾഡ് കപ്പിൽ ഉണ്ടാവണം എന്നൊരു ഫീലിങ്സ്. ഓക്കെ, അത് നമുക്കെന്തൊരു ഇമോഷണൽ ഒരു കണക്ഷൻ കിട്ടിയ പോലെ. അത് എല്ലാവർക്കും ഉണ്ടോ? ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരു വക എല്ലാവർക്കും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? കേബോ വെർദെ ഞെട്ടിച്ചിട്ടാണ് പോയിരിക്കുന്നത്. പിന്നെ അർജൻറ്റീനയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ചാമ്പ്യന്മാരുടെ പെർഫോമൻസ് ഒന്നും അല്ല അർജൻറ്റീന ഇന്ന് കാഴ്ചവെച്ചിട്ടുള്ളത്. പക്ഷേ അർജൻറ്റീനയെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീമുകളെ അനുസരിച്ച് കളി മാറ്റാനുള്ള ഒരു കഴിവ് അവർക്കുണ്ട്. നല്ല ശക്തരായ ടീം വരുമ്പോൾ ശക്തരായ കളി അവർ പുറത്തെടുക്കും. അതിനുള്ള കഴിവുള്ള ടീമാണ് അർജൻറ്റീന. അതവർ തെളിയിച്ചാണ്, പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അർജൻറ്റീനയ്ക്ക് പിന്നെ നമ്മുടെ ഫുട്ബോൾ മാന്ത്രികൻ, ഗോളടി രാജാവ് എന്നൊക്കെ പറയുന്ന പോലെ മെസ്സി ഫുൾ ഫോമിലാണ്, ഇന്നും ഗോളടിച്ചു. ഭയങ്കര എന്താ പറയുക, പുള്ളിയൊരു സംഭവമാണ്. അതിൽ പ്രത്യേകിച്ച് ഞാൻ ആസ് എ ബ്രസീൽ ഫാൻ ഞാനും പറയുന്നു, മെസ്സി ഒരു സംഭവമാണ്, അതിൽ സംശയമൊന്നുമില്ല. പിന്നെ എന്തായാലും അങ്ങനെയൊക്കെ അങ്ങ് പോയി. കേബോ വെർദെ പോയതിൻ്റെ ചെറിയൊരു വിഷമമുണ്ട്. അർജൻറ്റീന ജയിച്ചതിൽ സന്തോഷമുണ്ട്. അപ്പോൾ അടുത്ത അർജൻറ്റീനയുടെ കളി ഈജിപ്തുമായിട്ടാണ്. ഈജിപ്തൊന്നും എനിക്ക് തോന്നുന്നു, എനിക്ക് അർജൻറ്റീനയ്ക്ക് അത്ര വലിയ വെല്ലുവിളി ആയിട്ടുള്ളൊരു ടീമൊന്നുമല്ല ഈജിപ്ത്. മുഹമ്മദ് സലയൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ. ചുമ്മാ ഒരു ഫുട്ബോൾ ടോക്ക്, പ്രൊഫഷണൽ ഫുട്ബോൾ വീഡിയോ ഒന്നുമല്ല. അപ്പോൾ ബൈ, അടുത്ത വീഡിയോ കാണാം.